എടാ എന്തെങ്കിലുമൊക്കെ പറ. എന്നിട്ട് പറ, ശരി. പറ. സത്യമായിട്ടുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഏത് എന്തായിരുന്നു ഐശ്വര്യയുടെ പ്രശ്നം? എന്റെ പ്രശ്നം മോളത്തെ ലൈൻ എന്ത് പറയണ്ടേ, എന്തെങ്കിലും അങ്ങ് പറ. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഐശ്വര്യയാണ്. ഐശ്വര്യ അങ്ങ് സൗദിന്ന് വന്നേക്കുന്ന ഒരു നേഴ്സാണ്, ഓൺലൈൻ കൺസൾട്ട് ചെയ്ത ഒരാളാണ്. എന്തായിരുന്നു ഐശ്വര്യയുടെ പ്രശ്നം? മോളത്തെ ലെയറിൽ എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ചിരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. അതായിരുന്നു എന്റെ പ്രശ്നം. ആക്ച്വലി ചിരിക്കുമ്പം ഒരു കോൺഫിഡൻസ് കുറവ്. അതായത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തുറന്ന് ചിരിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഞങ്ങൾ ആക്ച്വലി ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ നമ്മൾ ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പേഷ്യൻസിന്റെ ഒരു ഇഷ്യൂ എന്താ വെച്ചാല് അവർക്ക് അവരുടെ പ്രോബ്ലം എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്നല്ലാതെ അത് കൃത്യമായിട്ട് എന്താന്ന് എല്ലാവർക്കും അറിയാൻ പറ്റില്ല. ഈ ഓൺലൈനിലെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് ഒരു ടൈം ഫ്രെയിമിൽ വരുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഏത് സമയത്ത് പോകണം, എപ്പോ വരണം, നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നൊക്കെ കുറച്ചൊരു സംശയമായിരിക്കും. അത് അത്യാവശ്യം ദൂരീകരിക്കാൻ പറ്റുന്നു. ഓക്കെ, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? നേരത്തെ ഉണ്ടായിരുന്നതിൽ ഇപ്പൊ ഉള്ള ഒരു വ്യത്യാസം എന്താണ്? ഇപ്പം എനിക്ക് മെയിനായിട്ടുള്ള വ്യത്യാസം ഭയങ്കര കോൺഫിഡൻസ് ആണ്. എന്ന് വെച്ചാൽ ചിരിക്കാൻ പണ്ടും ചിരിക്കുമായിരുന്നു, പക്ഷെ അന്ന് തോന്നുന്ന ഒരു കോൺഷ്യസ് നമുക്ക് ഇപ്പൊ ഇല്ല. അതായത് എന്നോട് ഞങ്ങൾ ഓൺലൈനിൽ ഇരുന്നപ്പോ എന്നോട് പറഞ്ഞു വെച്ചാൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കും, പക്ഷെ ഉള്ളിൽ ഒരു ഇൻഹിബിഷൻ ഉണ്ട്, അതായത് ചിരി എന്തോ ഒരു കുറവുണ്ട് അല്ലെ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്നും ഇപ്പൊ നല്ല രീതിയിലുള്ള വ്യത്യാസം കിട്ടിയോ? ഇതില്ല, ഞാൻ കോൺഷ്യസ് ആണെന്നുള്ളൊരു വിചാരം എനിക്കില്ല. അതായത് ചിരിനെ കുറിച്ച് ഞാൻ ബോധേഡ് അല്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനൊക്കെ നമുക്ക് പറ്റും, ചിരിക്കാനും പറ്റും. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? അപ്പൊ ശരി.